ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ പരുന്തുംപാറ കഴിഞ്ഞ് ഏലപ്പാറ വഴി വാഗമണിലേക്കാണ് പോകുന്നത്. വളരെ മനോഹരമായ റൂട്ടാണ്, നോക്കണം എന്ത് രസകരമായ റൂട്ട് എന്ന് മാത്രമല്ല വാഗമൺ തന്നെയും അതിമനോഹരമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3900 അടി ഉയരത്തിലുള്ള മനോഹരമായ ഭൂപ്രദേശം. അവിടെയുള്ള പ്രധാന കാഴ്ചകൾ പൈൻവാലി, അഡ്വഞ്ചർ പാർക്ക്, മൊട്ടക്കുന്ന്, കുരിശുമല, തങ്ങൾപ്പാറ, ഇനിയൊന്നും വേണ്ട തേയിലക്കാടുകൾ. പക്ഷേ ഇതൊന്നും കാണാൻ പറ്റും എന്ന് തോന്നുന്നില്ല. തേയിലക്കാട് ചിലപ്പോൾ കാണാതിരിക്കും, കാരണം 5:30 മണി കഴിഞ്ഞാൽ എല്ലാം അടയ്ക്കും. ഇപ്പം തന്നെ 6 മണിയായി. അപ്പം അതുകൊണ്ട് ഗംഭീരമായ പാട്ടും സംഗീതവും ഡാൻസും ഒക്കെ ആയിട്ട് പുരോഗമിക്കുകയാണ്. ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളകൾക്കിടയിൽ ചിപ്പിവളകൾക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിയുടെ തേരോട്ടം. എല്ലാരും ഫോട്ടോയിലേക്ക് നോക്കാം. ഹലോ സുഹൃത്തുക്കളെ, ഗംഭീര കലാപരിപാടിയാണ്. ദയവായി ക്ഷമിക്കുക, ഈ വോയിസ് സംഗീതം ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം യൂട്യൂബില് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ടാണ്. റെക്കോർഡ് ഡാൻസ്, അതുപോലെ കരോക്കെ സംഗീതം ഒന്നും തന്നെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ദയവായി ക്ഷമിക്കുക. നല്ല നല്ല കലാകാരന്മാർ, കരോക്കെ ഗാനം ആലപിച്ച രാജേഷ്, ബോബൻ മങ്കിടി, അതുപോലെ തന്നെ ഗംഭീരമായി അവതരിപ്പിച്ച ആളുകൾ. പിന്നെ ചിലത് യൂട്യൂബ് ഫോർമാറ്റിലല്ല എടുത്തിരിക്കുന്നത്, വെർട്ടിക്കൽ ഫോർമാറ്റിലാണ്. അതുകൊണ്ട് തന്നെ ബേബി ചേട്ടന്റെ ഗംഭീരമായ ഗാനങ്ങൾ, അത്യുഗ്രൻ അഭിനയം, നാഗവല്ലി മണിച്ചിത്രത്താഴിലെ അയോഗ്യ നായെ ഉന്ന കൊന്ന് രക്തത്തെ കുടിച്ച് ഓങ്കാര നടനം ആടിടുവേൻ, അതൊക്കെയായിരുന്നു വേണ്ടത്. അതുപോലെ രാജേഷിന്റെ അഭിനയം. സുഹൃത്തുക്കളെ, ദയവായി ക്ഷമിക്കുക. യൂട്യൂബ് ഇഷ്യൂ ഉണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂ. അതുമാത്രമല്ല, ചിലത് ഫോർമാറ്റ് വേറെ ആയിപ്പോയി. അത് ഹൊറിസോണ്ടൽ ഫോർമാറ്റ് അല്ല, യൂട്യൂബ് ഫോർമാറ്റ് അല്ല, വെർട്ടിക്കൽ ഫോർമാറ്റ് ആയതുകൊണ്ട് മാത്രം ഉൾപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതിനിടയിൽ യാത്രികരുടെ ഗ്രൂപ്പ് ഫോട്ടോ വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളെ കൂടെ എടുക്കാം. വാഗമൺ മൊട്ടക്കുന്നിലെ വാഗമണിലെ മൊട്ടക്കുന്നാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഇത് അങ്ങനെ ഒരു മൊട്ടക്കുന്നല്ല. ഇത് നമ്മൾ യഥാർത്ഥ മൊട്ടക്കുന്ന് 5 മണിയായപ്പം അവർ ഇറക്കി വിട്ടു. അത് ടിക്കറ്റൊക്കെ എടുക്കണം. പക്ഷേ ഇവിടെ ടിക്കറ്റ് എടുക്കണ്ട എന്ന് മാത്രമല്ല, എത്ര സമയം വരെ വേണമെങ്കിലും ഇവിടെ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നു നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട, എത്ര സമയം വരെ വേണമെങ്കിലും ഇരിക്കാം. നല്ല കുളിർകാറ്റും ഉണ്ട്. ആ നിലയ്ക്ക് ഈ സ്ഥലത്തെപ്പറ്റി ഇവിടെ ഫോൺ ചെയ്യുന്നു. പിന്നെ ഇപ്പം നമ്മൾ എന്നാ ചെയ്യുന്നു, നമ്മൾ വല്ല കാര്യമായിട്ട് വന്ന് ചോദിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരവസ്ഥയിൽ എന്ത് പറയുന്നു ചേട്ടാ? നമ്മൾ ഇത്രയും ദൂരെ നിന്ന് വന്നപ്പോൾ അവര് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് ക്ലോസ് ചെയ്തപ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. അതിന് പകരമായിട്ട് നമുക്ക് ഇത് ഇവിടെ കയറിയപ്പോ ഒരു സന്തോഷവും തോന്നി. തീർച്ചയായിട്ടും പകരമാണ് എന്ന് മാത്രമല്ല, 2-3 ഗുണമുണ്ട്. അതായത്, ഒന്ന് ടിക്കറ്റ് എടുക്കണ്ട, പിന്നെ 5 മണിയാകുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോന്ന് പറയൂല, നല്ല സ്വാതന്ത്ര്യം. പിന്നെ ഞാൻ നോക്കുമ്പം കുറച്ചുകൂടെ ഭംഗിയുണ്ട് അല്ലേ, ഗ്രീനറി. അവിടെ നമ്മൾ ചിലപ്പോൾ ഈ ഉച്ചയ്ക്കൊക്കെ പോകുന്നതുകൊണ്ടാണ്. ഇവിടെ ഇപ്പം ഗ്രീനറി ഉണ്ട്. മറ്റത് നമുക്ക് അവിടെ നിൽക്കാൻ തോന്നൂല. ഇവർ ഇരിക്കുന്ന സ്ഥലം കൊള്ളാം കേട്ടോ, നല്ല സ്ഥലം. അപ്പോൾ അതുകൊണ്ട് കണ്ട, നമ്മുടെ ടൂർ മാനേജർക്ക് തന്നെ ഫോട്ടോ എടുക്കാൻ തോന്നുന്നതാണ് അതിൻ്റെ കാര്യം. ഇനി പ്രധാനപ്പെട്ട ആളങ്ങ് മാറിക്കളഞ്ഞ് വല്ല അഭിമുഖവും ചോദിക്കുമെന്ന് വിചാരിച്ച്
അപ്പൊ ഈ സ്ഥലം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഇങ്ങനെ പൊക്കളഞ്ഞത്? അല്ല, ഭംഗി ആസ്വദിച്ച് പോയത് തീർച്ചയായിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഈ സ്ഥലങ്ങൾ ഒന്ന് പരിചയപ്പെടുന്നതിൽ തെറ്റില്ല. മൊട്ടക്കുന്ന് കണ്ടില്ലെങ്കിൽ എന്ത്, കുറച്ചുകൂടെ നല്ല ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ടിക്കറ്റ് എടുക്കുകയും വേണ്ട, അങ്ങനെയുള്ളൊരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ഈ പോണത്. മൊട്ടക്കുന്ന് തന്നെയാണ്, വാഗമൺ തന്നെയാണ്. പക്ഷേ ടിക്കറ്റൊന്നും എടുക്കണ്ട, ഇവിടെ ആളുകൾ കയറി സ്ഥലങ്ങളൊക്കെ കാണും. അത് തന്നെ. അപ്പോൾ ആണ് ആ ഓടുന്നത്. പരുന്തൻപാറ ധൈര്യത്തോടെ കീഴടക്കിയ മാന്യദേഹം. മൊട്ടക്കുന്നിനെക്കാളും രസമല്ലേ എന്ന് നോക്കിക്കോളണം. അപ്പോൾ സുഹൃത്തുക്കളെ, വാഗമൺ മൊട്ടക്കുന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് നല്ലത്. വാഗമണിൽ ടിക്കറ്റ് എടുത്ത് പോകുന്ന ആ മൊട്ടക്കുന്നിനെക്കാളും അതല്ലേ പന, നിലം പന. വഴി രാമപുരം പുഴ. അപ്പോൾ ഹലോ, നമസ്കാരം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് മൊട്ടക്കുന്ന് തന്നെയാണ്, വാഗമൺ. അപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ വന്ന ഒരു സുഹൃത്തിനെ കാണാതെ പോയി. അപ്പോൾ കാണാതെ പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ പുള്ളി ഈ മനോഹരമായ പ്രകൃതി കണ്ടപ്പോൾ, പുള്ളിയുടെ കുറ്റമല്ല, ഈ മനോഹരമായ പ്രകൃതി കണ്ട ആരായാലും ഇറങ്ങി നടന്നു പോകും. അപ്പോൾ ഇത് കണ്ടങ്ങ് പോയി. സാധാരണ ഞാനാണ് വീഡിയോ എടുത്ത് ഇങ്ങനെ പോവാറ്. ഓരോ ഭംഗി കണ്ട് അതിൻ്റെ വശ്യത കണ്ട് അങ്ങ് പോകും. അപ്പോൾ ഈ മൊട്ടക്കുന്നുകൾ എന്താണ് ഭംഗി, എന്താണ് അതിൻ്റെ ഐശ്വര്യം. അപ്പോൾ ഇത് കണ്ട് അതിൽ വശീകരിക്കപ്പെട്ട് പോയി വരുന്ന ഈ കുന്നുകളെല്ലാം മറിഞ്ഞ് പോയിട്ട് വരുന്ന പൈലിച്ചേട്ടനെയാണ് നമ്മൾ കാണുന്നത്. അല്ല, തമ്പിച്ചേട്ടൻ. പൈലിച്ചേട്ടനല്ല, തമ്പിച്ചേട്ടൻ. കണ്ട ആ വരുന്ന വരവ് നോക്കണം. തലയിൽ ഒരു കെട്ടും കെട്ടി. കണ്ടാ ചേട്ടാ, നിങ്ങളാണ് നമ്മളെ ഹീറോ. കണ്ടാ, പാട്ടും പാടിയാണ് ചേട്ടൻ പോയിരിക്കുന്നത്. പിന്നെ ഇപ്പം എന്ത് വേണം? നിങ്ങൾ നമ്മളെ ഹീറോ ആയി മാറി കേട്ടാ. ഞാനിത് യൂട്യൂബിലിടും. അപ്പോൾ തമ്പി ചേട്ടൻ ഒരു ഹീറോ ആയി മാറും. നിങ്ങളെ തേടുന്നു ദൈവം. കാത്ത് എത്ര പേരിരിക്കണമെന്നറിയാവോ? കണ്ട ആ ഇരിക്കണ മൊത്തം തമ്പി ചേട്ടനെ കാത്തിരിക്കണതാ. അല്ല, പിള്ളേരൊക്കെ നോക്കണണ്ട. ഇവരെല്ലാം അല്ല, അവര് വേറെ. തമ്പി ചേട്ടാ, അത് വേറെ സുഹൃത്തുക്കൾ, നമ്മളെ സുഹൃത്തുക്കൾ. അവിടെ പ്രശ്നമൊന്നുമില്ല. ദൂരത്തു നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ചേട്ടൻ ഇതിന്റെ ഭംഗി കണ്ടപ്പോ അങ്ങ് നടന്നങ്ങ് പോയി. അതാണ് അതിന്റെ കാര്യം. ചേട്ടൻ ഒരു സൗന്ദര്യ ആസ്വാദകനാണ്. ആ, അത് വേറെ ആള്. കുഴപ്പമില്ല. നാണാ തമ്പി ചേട്ടാ, ഇതോ പോയിരിക്കണ തേടുന്നു ദൈവം. ഇത് തമ്പി ചേട്ടൻ ആള് മാറി. ദൂരത്തു നിന്നെന്റെ അന്തരംഗം
കാണും ദൈവം, ആഴങ്ങൾ തേടുന്നു ദൈവം, കരപറ്റാൻ കരങ്ങൾക്ക് പറഞ്ഞോ. കൊള്ളാം, പാട്ട് കൊള്ളാം. നല്ല ഐശ്വര്യമുള്ള ഒരു പട്ടം, പക്ഷിയുടെ കഴുകന്റെ ആകൃതിയുള്ളു. ഓ, അപ്പോ സുഹൃത്തുക്കളെ, എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് വാഗമൺ മൊട്ടക്കുന്നിന് മുകളിൽ. അപ്പോ വളരെ സുന്ദരമായ ഈ പ്രകൃതിയിൽ, ഈ മലനിരകളുടെ ഇടയിൽ ആളുകൾ പല വഴിക്ക് പോയെങ്കിലും ഇപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അപ്പം ആയതുകൊണ്ട് അല്പം ഇരുട്ടിപ്പോയെങ്കിലും ഉള്ള പ്രകാശത്തിൽ നമ്മൾ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും പിള്ളാര് സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. വിശ്വാസമാരിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വനിച്ചു ഞാൻ വളർന്നിടുമ്പോൾ, വിശ്വാസമാം പടവിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു ഞാൻ വളർന്നിടുമ്പോൾ, ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട.